എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സ് പോർഷനായ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് 1 മുതൽ 4 വരെയുള്ള CBSE ആൻഡ് കേരള ഇംഗ്ലീഷ് മീഡിയം ബേസ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അഡീഷൻ ആണ് പഠിച്ചത്. ഇന്ന് പഠിച്ചു തുടങ്ങുന്നത് സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സബ്ട്രാക്ഷൻ ഈസ് ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് ടേക്കിംഗ് വൺ നമ്പർ away from another to find the difference. Subtraction എന്ന് പറഞ്ഞാൽ എന്താണ്? Is the mathematical operation of taking one number away from another. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിൽ നിന്നും മറ്റൊരു നമ്പർ നമ്മൾ മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? To find the difference. രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു നമ്പറിൽ നിന്നും മറ്റൊരു നമ്പർ നമ്മൾ എന്ത് ചെയ്യും? ടേക്ക് അവേ, എടുത്തു മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ദ ഡിഫറൻസ്. ആ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അതാണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം. Subtraction is the mathematical operation of taking one number away from another. ഒരു നമ്പർ മറ്റൊന്നിൽ നിന്നും എടുത്തു മാറ്റും, ഫോർവേഡ്, to find the difference. ആ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് സബ്ട്രാക്ഷൻ മീൻസ് ഡിഫറൻസ് കാണുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സബ്ട്രാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു അഡീഷന് നമ്മൾ പ്ലസ് എന്ന സിമ്പൽ ആണ് യൂസ് ചെയ്യുന്നത്. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് മൈനസ് എന്നാണ്. MINUS, മൈനസ് എന്നാണ്. അപ്പൊ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് ടേക്കിംഗ് വൺ നമ്പർ away from another to find the difference. ഒരു നമ്പറിനെ മറ്റൊന്നിൽ നിന്നും എടുത്തു മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ. സബ്ട്രാക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലിനെ വിളിക്കുന്ന പേരാണ് മൈനസ്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ എപ്പോഴും കോളം വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനെ കോളം വൈസ് ആയിട്ടാണല്ലോ അറേഞ്ച് ചെയ്യുന്നത്. താഴേക്കാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സബ്ട്രാക്ഷൻ തരുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന അഡീഷൻ ആണെങ്കിലും നമ്മൾ കോളം വൈസ് അല്ലേ ചെയ്യുക. അതേപോലെ സബ്ട്രാക്ഷൻ നമ്മൾ കോളം വൈസ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂസ് എഴുതി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് പ്ലേസ്, ദെൻ ടെൻസ് പ്ലേസ്. കണ്ടോ? വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്. എപ്പോഴും നമ്മൾ വൺസിന്റെ പ്ലേസിൽ നിന്ന് വേണം സബ്ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ടെൻസ് പ്ലേസ് ആദ്യം ചെയ്തിട്ട് വൺസ് പ്ലേസ് രണ്ടാമത് ചെയ്യരുത്. എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലേസ് ആയിരിക്കും. അതേതാണ്? വൺസിന്റെ പ്ലേസിൽ നിന്ന് തന്നെ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്ത് തുടങ്ങണം. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ വൺസിന്റെ പ്ലേസ് നോക്കൂ. ഏതാണ്? 7ഉം 5ഉം ആണ്. എപ്പോഴും സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡീഷന്റെ പോലെയല്ല, എപ്പോഴും ബിഗസ്റ്റ് നമ്പറിൽ നിന്നായിരിക്കും നമ്മൾ സ്മാളസ്റ്റ് നമ്പർ സബ്ട്രാക്ഷൻ ചെയ്യുക. അത് മാത്രമേ നമുക്ക് സാധ്യമാകുള്ളൂ. ഒരു വലിയ നമ്പറിൽ നിന്നും ഒരു ചെറിയ നമ്പർ മാത്രമേ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, 7ഉം 5ഉം ആണ് തന്നിരിക്കുന്നത്. ഇതിലെ വലിയ നമ്പർ ഏതാണ്? 7 ആണ്. കണ്ടോ? 7ൽ നിന്ന് വലിയ നമ്പറിൽ നിന്ന് മാത്രമേ 5ഉം 7നേക്കാളും ചെറിയ നമ്പറാണ് 5. സോ ഒരു വലിയ നമ്പറിൽ നിന്നും മാത്രമേ ഒരു ചെറിയ നമ്പർ നമുക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് നേരെ ഓപ്പോസിറ്റ് എഴുതുവാണെങ്കിൽ ഇപ്പൊ 5ഉം 7ഉം തമ്മിൽ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പോസിബിൾ അല്ല. 5 എന്ന് പറഞ്ഞ ഒരു ചെറിയ നമ്പറാണ് അല്ലേ? അതിനേക്കാളും വലിയ നമ്പറാണ് 7. അപ്പൊ ഒരു ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യുക ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കോളം വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വലിയ നമ്പർ തന്നെയാണോ ആദ്യം നമ്മൾ എഴുതിയിട്ടുള്ളതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ വൺസ് പ്ലേസിൽ നിന്ന് തുടങ്ങാം. വൺസ് പ്ലേസിൽ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ.
സോ ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് 7 and 5. ഇല്ല, നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? 7 ഫിംഗേഴ്സ് എടുത്തിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? 5 കട്ട് ചെയ്യും. 7 ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ 7 ഫിംഗേഴ്സ് ആയില്ലേ? 7 ഫിംഗേഴ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5. ഈ 5 നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? 2 ആൻസർ വരും. കണ്ടോ? അപ്പൊ 7ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ആണ്. ഇനി നമുക്ക് 10th പ്ലേസിലോട്ട് വരാം. 6 and 3 ആണ് നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ആദ്യം ഫിംഗറിൽ എടുക്കേണ്ട നമ്പർ ഏതാണ്? വലിയ നമ്പർ ഏതാണ്? മുകളിൽ കൊടുത്തിരിക്കുന്നത് 6 ആണല്ലേ? അപ്പൊ നമ്മൾ 5 and 6 എടുത്തു. എത്ര നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത്? 3 ഫിംഗേഴ്സ് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. അപ്പൊ 1 2 3. ബാക്കി എത്ര ഉണ്ട്? 3 ആണ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആണ്? 3 ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫിംഗേഴ്സിൽ ഒരു ലാർജ് നമ്പർ ഒക്കെ വരുമ്പോൾ, വലിയ നമ്പർ ഒക്കെ വരുമ്പോൾ നമുക്ക് ഫിംഗേഴ്സിൽ എടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇപ്പൊ നമ്മള് വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പറാണ് കുറച്ചത്. 7ൽ നിന്നും 5 കുറച്ചപ്പം 2 നമുക്ക് കിട്ടി. 6 ഫിംഗേഴ്സ് എടുത്തിട്ട് അതിൽ നിന്നും 3 കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ഡെഫിനിഷൻ പഠിച്ചെന്താ? ഒരു നമ്പറിൽ നിന്നും മറ്റൊരു നമ്പറിനെ നമ്മൾ എടുത്ത് കളയാണ്. ശരിക്കും പറഞ്ഞാൽ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്ത് മാത്രം ഓർത്ത് വെച്ചാൽ മതി? ടേക്ക് അവേ, ഒന്നിൽ നിന്നും എടുത്ത് കളയുകയാണ്. അതാണ് അതിന്റെ ശരിക്കുള്ള മീനിങ്. അപ്പൊ ഇവിടെ നമുക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫിംഗറിലൊക്കെ എടുക്കുന്നതിന് പകരം ഒരു ചെറിയൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ താഴെ തന്നിരിക്കുന്ന നമ്പർ 5 ആണ് അല്ലേ? 5ന്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7ലേക്ക് എത്തും എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അത് പോസിബിൾ ആണെന്നില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ 5ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 7ലേക്ക് പോകും? അപ്പൊ 5 + 2 ആണ് 7. അപ്പൊ ആൻസർ 2 വരും. ഇവിടെ 3യുടെ കൂടെ ഒരു 3യും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 6. അപ്പൊ 6ൽ നിന്ന് 3 പോയാൽ എത്രയാണെന്ന് എഴുതാം? 3 ആണെന്ന് എഴുതാം. ഇത് സാധിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ ഫിംഗർ തന്നെ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ 55 - 23. ഇത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ എഴുതുക. 1's പ്ലേസ് ആൻഡ് ദെൻ 10's പ്ലേസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിനെ ഈ നമ്പേഴ്സിനെ നമ്മൾ കോളം വൈസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, രണ്ട് ഭാഗത്തും 1's പ്ലേസും 10's പ്ലേസും വലിയ നമ്പർ തന്നെയാണ്, അല്ലെങ്കിൽ ബിഗസ്റ്റ് നമ്പർ തന്നെയാണ് നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് 1's പ്ലേസ് എടുക്കാം. 5ൽ നിന്നും 3 പോണം. അപ്പൊ നമ്മൾ എത്ര എടുക്കണം? 5 ഫിംഗേഴ്സ് എടുത്തു. എത്ര നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം? 5ൽ നിന്ന് എത്രയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്? 3 ഫിംഗേഴ്സ് നമ്മൾ മാറ്റി. 1 2 3. അപ്പൊ നമുക്ക് ബാലൻസ് വരുന്ന എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 കിട്ടി. ഇവിടെ നോക്കൂ, 5 ഫിംഗേഴ്സ് വീണ്ടും എടുക്കണം. എത്ര ഫിംഗർ നമ്മൾ കട്ട് ചെയ്യണം? 5ൽ നിന്ന് എത്രയാണ് നമുക്ക് എടുത്ത് കളയേണ്ടത്? 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5 ഫിംഗേഴ്സ് എടുത്തു. എത്ര കട്ട് ചെയ്യണം? 1 and 2. അപ്പൊ ബാക്കി വരുന്ന എത്രയാണ്? 3 ഫിംഗേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 48 - 27. ഇവിടെ നോക്കൂ, രണ്ട് പോർഷനിലും 1's പ്ലേസിലും നമ്മൾ എപ്പോഴും പ്ലേസ് വാല്യൂ മക്കൾ എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ 1's പ്ലേസ് നോക്കൂ, ഇവിടെ 8 ആണ്. കണ്ടോ? അതില് താഴ്ന്ന നമ്പർ അല്ല, ചെറിയ നമ്പർ തന്നെയാണ് നമ്മൾ താഴെ എഴുതിയിട്ടുള്ളത്. സിമിലർലി ഇവിടെ നോക്കൂ, 4 ആണ്. 4നേക്കാളും ചെറിയ നമ്പറാണ് താഴെ എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പറാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ഇപ്പൊ ആദ്യത്തെ എടുക്കാം. ഫസ്റ്റ് പ്ലേസിലെ 1's പ്ലേസിലെ 8 ആണ്. അപ്പൊ നമ്മൾ എത്ര ഫിംഗേഴ്സ് എടുക്കണം? 8 ഫിംഗേഴ്സ് എടുത്തു. 5 6 7 8 ഫിംഗേഴ്സ് എടുത്തല്ലോ. നമുക്ക് കട്ട് ചെയ്യേണ്ട എത്രയാണ്? 7. 5 6 7. അപ്പൊ നമുക്ക് ബാലൻസ് എത്ര വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പം 8 ഫിംഗേഴ്സ് എടുത്തിട്ട് നമ്മൾ എത്ര കട്ട് ചെയ്തു? 7 ഫിംഗേഴ്സ് നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ബാലൻസ് വരുന്നത് 8 ആണ്. ഇതിന്റെ വേറൊരു രീതി എങ്ങനെയാണ്? 7 + 1 ആണ് 8. കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. 7ന്റെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 8. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 1 ആണ്. ഇനി നോക്കൂ, 4 എടുക്കാം. എത്ര ഫിംഗേഴ്സ് എടുക്കണം? ഹൗ മെനി ഫിംഗേഴ്സ്? 4 ഫിംഗേഴ്സ് എടുക്കാം. 4 ഫിംഗേഴ്സ് എടുത്തു. എത്ര ഫിംഗേഴ്സ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്? എത്ര ഫിംഗേഴ്സ് കട്ട് ചെയ്യേണ്ടത്? 2 ഫിംഗേഴ്സ്. ഫസ്റ്റ് 4 ഫിംഗേഴ്സ് എടുത്തു. കട്ട് ചെയ്യേണ്ടത് 2 ഫിംഗേഴ്സ് ആണ്. 1
2. അപ്പൊ നമുക്ക് ബാലൻസ് വരുന്ന എത്ര ഫിംഗേഴ്സ് ആണ്? 2 ആണ്. ഉണ്ടോ? ബാലൻസ് വരുന്നത് 2 ആണ്. ഇനി വേറെ രീതി എങ്ങനെയാ? ഈ 2വിന്റെ കൂടെ ഈ ഒരു 2 കൂടെ കൂട്ടുമ്പോഴാണ് 4 കിട്ടുന്നത്. അങ്ങനെ വേണേലും ചെയ്യാം. ഇപ്പൊ ചെറിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫിംഗേഴ്സിൽ എടുത്ത് ചെയ്യാം. കുറച്ചുകൂടെ വലിയ നമ്പർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പൊ നമ്മളിവിടെ ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ സബ്ട്രാക്ഷൻ ആണ് പഠിച്ചത്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ അല്ലേ? ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് 32 എന്ന് പറയുന്ന ആൻസർ ആണ്. അപ്പൊ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡിഫറൻസ് എന്നാണ്. അപ്പൊ നമ്മൾ അഡീഷൻ ഒക്കെ പഠിച്ചപ്പോഴേ നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേര് സം എന്നാണ്. പക്ഷേ സബ്ട്രാക്ഷന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം അല്ലെ ആൻസർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡിഫറൻസ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ 1-2 എക്സാമ്പിളോട് ചെയ്യാം. ഇപ്പോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. സബ്ട്രാക്ട് 35 ഫ്രം 68. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെന്ന് വിചാരിക്കുക. സബ്ട്രാക്ട് 35 ഫ്രം 68. ഇവിടെ നമ്മള് ഒന്ന് ഊന്നി പറയുന്ന വേർഡ് നോക്കിയേ, ഫ്രം എന്നുള്ളത്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം 35 എഴുതി വെക്കും, അതിന് തൊട്ട് താഴെ 68 എഴുതി വെക്കും. അപ്പൊ നോക്കിയേ, ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താ? നമ്മൾ എപ്പോഴും പറഞ്ഞു സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ബിഗസ്റ്റ് നമ്പർ ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുന്ന ഒരു പ്രശ്നം ഇതാ. ഇവിടെ നോക്കൂ, 5 8 കൂടെ നോക്കിയേ, 5നേക്കാളും വലിയ നമ്പർ ആയി പോയി താഴെ. നോക്കൂ, 3യേക്കാളും വലിയ നമ്പർ ആയി പോയി താഴെ. അപ്പൊ വലിയ നമ്പർ എവിടെയായി പോയി? താഴെ ഭാഗത്ത് വന്നു. അപ്പൊ നമുക്ക് ഈ സബ്ട്രാക്ഷൻ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ഇവിടെ പ്രത്യേകം ഒരു പറയുന്നുണ്ട്, സബ്ട്രാക്ട് 35 ഫ്രം 68 എന്ന് പറഞ്ഞാൽ എന്താ? 35 എന്ന് പറയുന്ന നമ്പറിനെ 68ൽ നിന്നും സബ്ട്രാക്ഷൻ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആദ്യം നമ്മൾ എന്ത് എഴുതി വെക്കും? 35 എഴുതി വെക്കും, രണ്ടാമത് നമ്മൾ 68ഉം എഴുതി വെക്കും. അപ്പൊ ഈ ഫ്രം എന്നുള്ള ഈ ഒരു വേർഡ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 68 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നും 35 എന്ന് പറയുന്ന നമ്പറെ നിങ്ങൾ സബ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നവര് പ്രത്യേകം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിയല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്താ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താ? തന്നിരിക്കുന്ന നമ്പറിനെ കോളം വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. സോ നമുക്കറിയാം വലിയ നമ്പർ 68 ആണ്. അവർ പ്രത്യേകം പറയുന്നുണ്ട് 68ൽ നിന്നും 35 കുറയ്ക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? 68 ആണ്. സോ നമ്മൾ ആദ്യം എഴുതുന്നത് 68 ആണ്. കണ്ടോ? രണ്ടാമത് എഴുതേണ്ടത് 35 ആണ്. രണ്ടാമത് നമ്പേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതി പോകാതെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് എഴുതുക. അത് 1's പ്ലേസ് നമ്മൾ ആദ്യം എഴുതുക, രണ്ടാമത് 10th പ്ലേസ് എഴുതുക. അത് അങ്ങനെ ശീലിക്കുന്നത് നല്ലൊരു കാര്യമാണ്. കണ്ടോ? 5 then 3. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ ജോലി എന്താ? എപ്പോഴും നമ്മുടെ പ്ലേസ് വാല്യൂ എഴുതുക. 1's പ്ലേസ് then 10th പ്ലേസ്. ഇപ്പോ വ്യത്യാസം നോക്കൂ. ഇപ്പൊ ഏത് നമ്പറാണ് മുകളിൽ വന്നിരിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏത് നമ്പരാ? രണ്ട് പോർഷൻ നോക്കൂ, 1's പ്ലേസും 10th പ്ലേസും നോക്കിക്കേ. താഴെയുള്ള നമ്പറിനേക്കാളും വലിയ നമ്പർ തന്നെയാണ് മുകളിൽ ഉള്ളത്. അത് നമ്മൾ ഉറപ്പ് വരുത്തണം, എന്നിട്ട് മാത്രമേ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാവൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1's പ്ലേസ് നോക്കൂ, 8ഉം 5ഉം ആണ്. അപ്പൊ നമ്മുടെ ഫിംഗറിൽ നമ്മൾ എത്ര ഫിംഗേഴ്സ് എടുക്കണം? 8 ഫിംഗേഴ്സ്. 5 6 7 8 ഫിംഗേഴ്സ് എടുത്തല്ലോ. എത്രയാണ് നമുക്ക് എടുത്ത് മാറ്റേണ്ടത്? 5. ഇപ്പൊ 8 ഫിംഗേഴ്സ് ഉണ്ട്, 5 നമ്മൾ മാറ്റി. അപ്പൊ എത്രയാണ്? 3 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പൊ നോക്കൂ, 8ൽ നിന്നും 5 പോകുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ എന്താ പഠിച്ചേ? 5ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 8 കിട്ടും? 5ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക. ഇനി നോക്കൂ, രണ്ടാമത്തെ 10th പ്ലേസ് 6ഉം 3ഉം ആണ്. അപ്പൊ നമ്മുടെ ഫിംഗേഴ്സിൽ എത്ര എടുക്കണം? 6 ഫിംഗേഴ്സ് എടുക്കണം അല്ലെ? 5 then 6. നമുക്ക് എടുത്ത് മാറ്റേണ്ടത് 3 ആണ്. അപ്പൊ നോക്കിയേ, 1 2 and 3. അപ്പൊ നമുക്ക് ബാലൻസ് വരുന്നത് 3 ആണ്. കണ്ടോ? അപ്പൊ 6ൽ നിന്നും 3 പോയപ്പോൾ നമുക്ക് 3 കിട്ടി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 3യുടെ കൂടെ എത്ര നമ്പരും കൂടെ ചേർത്ത് വെച്ചാൽ 6 കിട്ടുമെന്ന് നോക്കണം. 3യുടെ കൂടെ ഒരു 3യും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
വലിയ നമ്പർ തന്നിട്ടുള്ളതിലെ വലിയ നമ്പർ ഫ്രം എന്ന് കാണും, ഇല്ലെങ്കിൽ പോലും തന്നിരിക്കുന്നതിലെ ബിഗസ്റ്റ് നമ്പർ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം 68ൽ നിന്നും നമുക്ക് 35 സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 33 ആണ്. ഈ 33 നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? ഡിഫറൻസ് എന്ന് വിളിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഇപ്പൊ നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ഡിജിറ്റ്സ് ഇവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, സബ്ട്രാക്ട് 70 ഫ്രം 82. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രം എന്നുള്ള വേർഡ് ശ്രദ്ധിച്ചോണം. സബ്ട്രാക്ട് 70 ഫ്രം 82 എന്ന് പറഞ്ഞാൽ എന്താ? 70 എന്ന് പറയുന്ന നമ്പറിനെ 82 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും സബ്ട്രാക്ഷൻ ചെയ്യുക എന്നർത്ഥം. അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമുക്ക് അല്ലാതെ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇത് 70 ആണ്, 82 ആണ്. ഏതാണ് ഒരു ബിഗസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുക 82-നെയാണ്, ഇല്ലേ? അപ്പൊ അങ്ങനെ നോക്കിയാൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മൈൻഡിൽ വരേണ്ടത്? ബിഗസ്റ്റ് നമ്പർ ഫസ്റ്റ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുക. വലിയ നമ്പർ ആദ്യം എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് മറന്നു പോവില്ല. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ വലിയ നമ്പർ ഏതാണ്? 82 ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 82 ആദ്യം എഴുതണം. നോക്കിയേ, 82. രണ്ടാമത്തെ നമ്പർ 70. കണ്ടോ? അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മുടെ ആദ്യത്തെ ജോലി എന്താ? പ്ലേസ് വാല്യൂ എഴുതി വെക്കാൻ മറക്കല്ലോ. വൺസ് പ്ലേസ്, then tens place. ഇവിടെ നോക്കൂ, വൺസ് പ്ലേസിലോട്ട് നോക്കിയേ, 2 and 0. അപ്പൊ നമ്മള് എത്ര ഫിംഗേഴ്സ് നമ്മൾ എടുക്കണം? നമ്മൾ എത്ര ഫിംഗേഴ്സ് എടുക്കണം? 2 ഫിംഗേഴ്സ് എടുക്കണം. then സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത് എന്താ? 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 മീൻസ് നത്തിങ്. അപ്പൊ നമ്മൾ ഓൾറെഡി 2 ഫിംഗേഴ്സ് എടുത്തു. നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത് 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നും തന്നെ നമുക്ക് എടുത്ത് കളയാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 0 ആണ് ഇവിടെ താഴെ. അപ്പൊ നമ്മൾ 2 ഫിംഗർ ആദ്യം എടുത്തു. താഴെ തന്നിട്ടുള്ളത് 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും എടുത്ത് കളയാനായിട്ട് ഒന്നുമില്ല എന്നർത്ഥം. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 തന്നെ, 2 അല്ലെങ്കിൽ ഏത് നമ്പർ ആയിക്കോട്ടെ, ആ നമ്പർ തന്നെ നമ്മളിവിടെ എടുത്തിടണം. കണ്ടോ? ഇപ്പൊ 2 എന്ന് പറയുന്ന സംഖ്യ, ഇപ്പൊ നിങ്ങളുടെ കയ്യില് 2 ചോക്ലേറ്റ് ഉണ്ടെന്ന് കരുതുക. ഇപ്പം ആരും തന്നെ നിങ്ങളോടത് ചോദിച്ചില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും എത്ര ചോക്ലേറ്റ് തന്നെ ഉണ്ട്? ഇപ്പൊ ഒരു കുട്ടി ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരെണ്ണം കൊടുക്കും. അപ്പൊ ഒന്ന് അവിടെ കുറഞ്ഞു പോകും. ആകെ 2 ചോക്ലേറ്റ് ഉണ്ട്. ആരും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഇപ്പോഴും എത്ര ചോക്ലേറ്റ് തന്നെ ഉണ്ട്? 2 തന്നെ ഇല്ലേ? അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 ഫിംഗർ എടുത്തു. 0 എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കളയാനില്ല. അതുകൊണ്ട് നമ്മൾ ഏതെന്ന് എഴുതി? 2 എന്ന് തന്നെ എഴുതി. ഇവിടെ നോക്കൂ, 8 ഫിംഗേഴ്സ് എടുക്കണം അല്ലേ? 8 ഫിംഗേഴ്സ് എടുത്തേ. 5, 6, 7. 8 ഫിംഗേഴ്സ് എടുത്തു. നമുക്ക് എത്ര അവിടെ കളയണ്ടേന്ന് നോക്കിയേ. എത്ര കളയണം? 7 ആണ് കളയേണ്ടത്. അപ്പൊ നോക്കിയേ, 5 അങ്ങനെ മടക്കി. 5, 6, 7. ആദ്യം 8 ഫിംഗേഴ്സ് ആണ് എടുക്കേണ്ടത്. 5 നോക്കൂ, ഒരു കയ്യിലെ 5, പിന്നെ അടുത്ത കയ്യിൽ നമ്മൾ 3 എടുത്തു അല്ലേ? അപ്പൊ എത്ര ആയി? 8 ആയില്ലേ? ഇനി എത്രയാണ് നമുക്ക് കളയേണ്ടത്? 7 ആണ്. അപ്പൊ ഇത് ഒരു കയ്യിൽ എത്ര ഉണ്ട്? 5 ഉണ്ട്. 5 കംപ്ലീറ്റ് മടക്കി. 6, 7. അപ്പൊ നമുക്കിനി എത്രയേ ഉള്ളൂ? 1. അപ്പൊ നോക്കിയേ, 8ൽ നിന്നും 7 പോയാൽ എത്ര കിട്ടി? 1 കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയ 82-ൽ നിന്നും 70 സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 12 ആണ്. ഈ 12-നെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ എന്നല്ല പറയേണ്ടത്. എന്ത് പറയണം? ദ ഡിഫറൻസ് എന്ന് പറയണം. ദ ഡിഫറൻസ് ഈസ് 12 എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ മക്കൾക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാലേ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.